first part, that is CCE and grading. Now today we have to see the tools and techniques of evaluation. Okay, so what are the tools and what are the techniques? So the tools are achievement test. We studied about this achievement test, and then it is an assessment of developed knowledge or skill, and this is used usually to analyze or to understand what the child or the student has learnt. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് യൂഷ്വലി in classrooms. In these that's a usual type of, very common type of tool in evaluation. Okay, achievement test ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണെന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ then you have to identify. Okay, then anecdotal records means that is a kind of informal teacher observation. നമ്മൾ ഒരു കുട്ടിയെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലായിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു കുട്ടിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. കുമുലേറ്റീവായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടോ പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ടോ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല അനക്ഡോട്ടൽ റെക്കോർഡ്സ്. These are reports of informal teacher observations regarding his or her pupils. അപ്പോൾ ഈ ഇൻഫോർമൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then it should have 2 columns, that is one for the description of the incident. ഇപ്പോൾ കുട്ടി വളരെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ, അല്ലെങ്കിൽ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടായിരുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. then other for interpretation of the incident, മീൻസ് ആ ഒരു കാര്യം ഉണ്ടായി, അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കുട്ടി നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടായിരിക്കാം, അങ്ങനെ. ദാറ്റ് ഈസ് അനക്ഡോട്ടൽ റെക്കോർഡ്. നൗ വി ഹാവ് കുമുലേറ്റീവ് റെക്കോർഡ്. കുമുലേറ്റീവ് മീൻസ് കുമുലേറ്റീവ് കൂട്ടി വെച്ച് വരുന്നത്. ദാറ്റ് ഈസ് നമ്മൾ കുട്ടികളെ കണ്ടിന്യൂസ് ആയി അവരുടെ ഡെവലപ്മെൻറ്റിനെ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുമുലേറ്റീവ് റെക്കോർഡ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ സ്കൂളുകളിലും വേണ്ടതാണ്. അതായത് ഈ കുട്ടിയുടെ ഗ്രാജുവൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, മീൻസ് ആ കുട്ടിയെ ആ സ്കൂളിൽ ചേർത്തി അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സംഭവമാണ്. എത്രമാത്രം സ്കൂളുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. ബട്ട് cumulative record is an kind of serious, more objective in nature. Okay, so that is and it is more comprehensive as well. So the progress in the developmental pattern of each student is recorded cumulatively from period to period in a comprehensive record designated for the purpose. So it records the details of all variety of dimensions like physical development, health conditions, level of attainment in various subjects, participation in co-curricular activities. ഇതെല്ലാം എല്ലാ കാര്യങ്ങളും അതൊരു എന്താണ് ഒരു റെക്കോർഡാക്കി നമ്മൾ സൂക്ഷിക്കുന്ന കോംപ്രിഹെൻസീവ് റെക്കോർഡാണ്. അതിനായിട്ടൊരു ബുക്ക് തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് കുമുലേറ്റീവ് റെക്കോർഡ്. സോ ഇറ്റ് ഈസ് മോർ ഫോർമൽ ഇൻ നേച്ചർ. ഓക്കെ, now questionnaire എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ടൂൾ, വെരി ഫ്ലെക്സിബിൾ ടൂൾ ഫോർ ഗ്യാതറിങ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. So that is we were discussing about the tools and techniques in evaluation. So we already completed achievement test, anecdotal record, cumulative record. Now we are going to see questionnaire. So questionnaire means a flexible tool for gathering qualitative informations ഉണ്ട് അല്ലേ. ഒരു ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്സ് നമ്പേഴ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കവർ വേരിയസ് ആസ്പെക്ട് ഓഫ് എ ബ്രോഡ് പ്രോബ്ലം ഓർ സെവറൽ പ്രോബ്ലംസ് ദെൻസെൽസ് ത്രൂ ദ ക്വസ്റ്റ്യനെയർ. ഇറ്റ് ഈസ് കൺസിസ്റ്റഡ് മെയിനായിട്ട് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ അതിൽ എന്താ ഉണ്ടാവുക? ദാറ്റ് ഈസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടൻസ്. ബേസിക് ആയിട്ട് പറഞ്ഞാൽ അതാണ്. ദാറ്റ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ്, ഇറ്റ്സ് എ collection of questions for a purpose. What is the purpose? For gathering information from respondents. ഓക്കെ, അതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നൗ വി ഹാവ് ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചെക്ക് ലിസ്റ്റാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ 2-dimensional ചാർട്ട് ഇൻ വിച്ച് ദ ട്രേറ്റ് മെഷേർഡ് ആർ നോട്ടഡ് ഇൻ 1 dimension ആൻഡ് ദ നെയിംസ് ഓഫ് ദ എക്സാമിൻസ് ഇൻ ദ അതർ. ദാറ്റ് ഈസ് നമ്മൾ ഒരു എന്താ പറയുക, ഈ എക്സാമിനീസിന്, അതായത് നമ്മൾ ഒരു കാര്യത്തെ നമുക്ക് ചെക്ക് ചെയ്ത് പോവുകയാണ്. Means it doesn't have much
പ്രൊവിഷൻസ് ടു എക്സ്പ്രസ് ലോട്ട്സ് ഓഫ് ഒപ്പീനിയൻ. അതിൽ ജസ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പ്രിപ്പയർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ദാറ്റ് ഈസ് അതിൽ നമുക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ ഒന്ന് ടിക്ക് ചെയ്യാനും ഒന്ന് മാർക്ക് ചെയ്യാനുള്ള ഒരു ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ചെക്ക് ലിസ്റ്റ്. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു ലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് കൺസിസ്റ്റഡ് ഓഫ് എ പ്രിപ്പയർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്. ഓക്കെ, if anything you think that whatever you agree with the statements that are given in that particular checklist, you just put a tick. If not, you just put a wrong mark. That's it. അപ്പോൾ അത്രയേ ഉള്ളൂ, അതിൽ വേറൊരു സ്കോപ്പും ഇല്ല. പിന്നെ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെക്ക് ലിസ്റ്റ് തന്നെയാണ് ബേസിക് ആയിട്ട്. പക്ഷേ ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് മീൻസ് എങ്ങനെയാണ്, അതിൽ ജസ്റ്റ് ഒരു ടിക്കോ അല്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല വരുന്നത്. അതിൽ നമുക്ക് സംടൈംസ് വി ഹാവ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് responses are there is a provision for all these kind of things. That is, there are different types of responses. There is a possibility that we can have different opinions or different degrees, levels of opinions or responses. Okay, അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉള്ളതാണ് ഏത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതൊരു ചെക്ക് ലിസ്റ്റ് തന്നെയാണ്, ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ചെക്ക് ലിസ്റ്റ്. ബട്ട് എന്താണ്, ഇറ്റ് ഈസ് മോർ വി ഹാവ് എ പോസിബിലിറ്റി ഓഫ് റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നു, ദറ്റ് ഈസ് ടു റെക്കോർഡ് ദ പ്രസൻസ് ഓഫ് എ പെർട്ടിക്കുലർ വേരിയബിൾ. ഈച്ച് ട്രേറ്റ് ക്യാൻ ബി സ്കോർ ഓൺ എനി നമ്പർ ഓഫ് കൺവീനിയൻറ്റ് പോയിന്റ്, ഈച്ച് point representing a particular degree such as good, average, poor when it is a 3-point scale. ഇപ്പോൾ 3-point scale ആണെന്നുണ്ടെങ്കിൽ അതിലെന്താണ് ഗുഡ്, ആവറേജ് ആൻഡ് പുവർ, ഇങ്ങനെ 3 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ അതിലേറെ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് പോയിൻറ്റ് സ്കെയിൽസ്. അതായത് 5 ഉണ്ടാവാം, ചിലപ്പോൾ 7 ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ നമുക്കൊരു കാര്യത്തോട് എന്താണ് ഐ അഗ്രി വിത്ത്, അല്ലെങ്കിൽ എന്താണ് ഐ സ്ട്രോങ്ലി ഡിസഗ്രി, ഐ സ്ലൈറ്റ്ലി അഗ്രി, അങ്ങനെ പല രീതിയിൽ നമുക്ക് പല റേറ്റിംഗ് സ്കെയിൽ, ഐ മീൻ 3 പോയിൻറ്റ്, 5 പോയിൻറ്റ്, 7 പോയിൻറ്റ് അങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൽ റേറ്റിംഗ് സ്കെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ സ്കോപ്പ്, വൈഡർ സ്കോപ്പ് ഫോർ റെസ്പോൺസസ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽ. ദാറ്റ് ഈസ് ന്യൂമറിക്കൽ റേറ്റിംഗ് സ്കെയിൽ. നമുക്ക് എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ടോ, 1, 2, 3, 4, 5 അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 5 ആകുമ്പോൾ എക്സ്ട്രീമായിട്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ട്, 1 ആകുമ്പോൾ നിങ്ങൾ അത്ര എഗ്രി ചെയ്യുന്നില്ല, ഇങ്ങനത്തെ രീതിയിൽ നമുക്കുണ്ടാവാം. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റേറ്റിംഗ് സ്കെയിൽ ഉണ്ടാവാം. ഓക്കെ, ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റേറ്റിംഗ് സ്കെയിൽ ഉണ്ടാവാം. ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ നമുക്ക് സ്ട്രോങ്ലി അഗ്രി, ഡിസഗ്രി അങ്ങനത്തെ രീതിയിലുള്ളത്. പെർസെൻറ്റേജ് റേറ്റിംഗ് സ്കെയിൽ ഉണ്ടാവും, ഇത്ര പെർസെൻറ്റേജ്, ഓക്കെ 10%, 20%, 30%, 44%, അങ്ങനത്തെ രീതിയിലാവാം. ഓക്കെ, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ 0%, ദെൻ 50%. ഇപ്പോൾ 3-point സ്കെയിലാണെങ്കിൽ 0%, 50%, 100% അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേറ്റിംഗ് സ്കെയിൽസ്. ഓക്കെ, അപ്പോൾ അത് സെക്കൻഡറി ആയിട്ട് വരുന്ന കാര്യമാണ്. ബട്ട് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ദാറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ടൂൾസ്, ദറ്റ് ഈസ് ചെക്ക് ലിസ്റ്റ് എന്താണ്, റേറ്റിംഗ് സ്കെയിൽ എന്താണ്, ക്വസ്റ്റ്യനെയർ എന്താണ്, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് യൂഷ്വലി വി കൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൂൾസ് ടെക്നിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും നന്നായിട്ട് തന്നെ ഒരു പഠിക്കേണ്ട ഒരു ഭാഗങ്ങളാണ്. ഓക്കെ, now we have techniques. അപ്പോൾ നമ്മൾ കണ്ട ടൂൾസ് എന്തൊക്കെയാണ്, ദാറ്റ് ഈസ് വി ഹാവ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ക്വസ്റ്റ്യനെയർ, ദെൻ ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ. ദീസ് ആർ ദ ടൂൾസ്. ഇതൊക്കെ ടൂളുകളാണ്. now we have techniques. അതെന്താ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന പല കാര്യങ്ങളും, ദാറ്റ് ഈസ് ഒബ്സർവേഷൻ, അതുപോലെ ഇൻ്റർവ്യൂ, ഇതൊക്കെ ടെക്നിക്കുകളാണ്. ഓക്കെ, നമ്മൾ പ്രത്യേകമായിട്ടൊരു ഇൻസ്ട്രുമെൻറ്റിലല്ല കാര്യങ്ങൾ നടത്തുന്നത്, ഇതൊക്കെ നമ്മൾ ടെക്നിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഒബ്സർവേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് വി ആർ കണ്ടിന്യൂസ്ലി ഒബ്സർവിങ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ദെൻ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഓഫ് ഹിസ് ബിഹേവിയർ റെലവൻറ്റ് ടു ദ ടീച്ചർ. ദാറ്റ് ഈസ് ദ തിങ്. അപ്പോൾ ആ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ പരമാവധി ഒബ്ജക്റ്റീവായിട്ട് തന്നെ ഒബ്സർവേഷൻ നടത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. Now different types of observations ഉണ്ട്. ഡയറക്റ്റ് ഒബ്സർവ് പേരിൽ തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് വെരി ക്ലിയർ. You can understand
it right from the name itself, that is direct observation and indirect observation. That is directly the observer takes part in this event directly. That is the thing. Now ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മീഡിയം വേറെ എന്തെങ്കിലും ആയിരിക്കും, റെക്കോർഡിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും, എന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ. നൗ കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഇതിലൊക്കെ. അപ്പോൾ അതിൽ വരുന്നതിൽ രണ്ടാമത്തെ ടൈപ്പാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇപ്പോൾ കൺട്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് സംതിങ് ഷുഡ് ബി കൺട്രോൾഡ്. അപ്പോൾ എന്താണ്, അതൊരു ലബോറട്ടറിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലത്തോ ആണ് ഈ ഒരു കൺട്രോൾഡ് ഒബ്സർവേഷൻ ഉണ്ടാവുക. മീൻസ് we have the variables or other elements are controlled by the observer. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കുന്നത് കൺട്രോൾഡ് ഒബ്സർവേഷൻ. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ മീൻസ് ദാറ്റ് there is no restrictions. The observer can observe it is up to the observer that he can decide how to observe, what to observe and how to record, etc. Okay, so that is uncontrolled observation. Controlled observation കൂടുതലായിട്ട് നമുക്ക് വരുന്നത് എവിടെയാണ്, ഈ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുന്ന സമയത്താണ്, അല്ലെങ്കിൽ നമ്മൾ റിസർച്ചിലൊക്കെ കാര്യമായിട്ട് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് കൺട്രോൾഡ് ഒബ്സർവേഷനാണ്. അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ മീൻസ് ഇറ്റ് ഈസ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു ദ ഒബ്സർവർ. ഓക്കെ, നൗ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മളൊരു ഇവൻറ്റിൽ പങ്കെടുത്തുകൊണ്ട് ആ ഇവൻറ്റിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ആസാമിലൊരു ഡാൻസിനെ കുറിച്ച് പഠിക്കണം, ദാറ്റ് ഈസ് ട്രഡീഷണൽ ആയിട്ടുള്ള അവിടുത്തെ ഏതെങ്കിലും ഒരു ഫോക്ക് ഡാൻസിനെ പഠിക്കാൻ പോകണം. അപ്പോൾ നമുക്കതിനെ ടേക്ക് പാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്യാം. ദാറ്റ് ഈസ് പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ. നോൺ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ മീൻസ് ദാറ്റ് വി ആർ നോട്ട് ഇൻവോൾവിങ് ഇൻ ദാറ്റ് ഫിനോമിന ഓർ ദാറ്റ് ഇവൻറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആ ഒരു ഫിനോമിനയിൽ നമ്മൾ ഇടപെടുന്നില്ല, നമ്മൾ ദൂരെ നിന്നുകൊണ്ട് അതിനെ ഒബ്സർവ് ചെയ്യുന്നത് നോൺ പാർട്ടിസിപ്പേറ്ററി ഒബ്സർവേഷൻ. ദീസ് ആർ വെരി സിമ്പിൾ തിങ്സ്. ഓക്കെ, സോ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇങ്ങനെ ഡിറക്റ്റ്, ഇൻഡയറക്റ്റ്, then controlled observation, uncontrolled observation, participatory observation, non-participatory observation. Now we have interview. So interview means, that is we know that that is the teacher tries to observe the child's behavior directly and gather information orally. But നേരിട്ട് ചോദിക്കുന്നത്, that is different types of interviews are there. Survey interview ചെയ്യുന്നത് എന്താണ്, to gather basic informations. Diagnostic interview, that is to understand a child's from diagnose ചെയ്യാണ്. Therapeutic interviews to plan suitable therapy. And counseling നമ്മളെപ്പോഴും പറയാറുണ്ട്, that is to solve personal, education and vocational problems. Now അതിൽ തന്നെ we have two types. പല ടൈപ്സും ഉണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ നമ്മൾ ഈ ടൈപ്സിൽ വേറൊരു രീതിയിൽ പറയുന്നതാണ് സ്ട്രക്ചർ ആൻഡ് നോൺ സ്ട്രക്ചേർഡ്. സ്ട്രക്ചേർഡ് ആൻഡ് നോൺ സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ, സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഉണ്ട് അതിന്, അല്ലേ? That means that the interview asks a particular set of predetermined questions. So the questions are pre-planned and pre-written. It is ready. Now the interviewer asking the questions from that already set questions. Okay, but unstructured interview is a type of interview in which the interviewer can ask whatever it comes to his or her mind. Okay, so it's up to the interviewer. That is not something pre-planned, or it is not sometimes that person, that interviewer may have an idea about, or may have an idea about a concept, some kind of mental planning might have happened, but usually it is like that the interviewer just pop up with these questions and then the interview would answer it. Okay, so that is structured and unstructured. So there are different types of interviews. I just identify what are the different types, that is survey, diagnostic, therapeutic, counseling, and then we have structured and unstructured. Okay, now we have case study. So the case study means we have already discussed about this case study, that is we want to get a complete in-depth idea of a child about some that is a child is considered as a case, and that this case study
is conducted, that means that we get a complete clear cut picture of a child or a person. ഓക്കെ, ഇപ്പോൾ നമ്മളൊരാളെ കേസ് സ്റ്റഡി നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we get everything that is related to that person. That is, we use different techniques, we can use different tools in a case study. ഓക്കെ, അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണെങ്കിലും അതിൻ്റെ അകത്ത് ധാരാളമായിട്ട് മറ്റുള്ള ടൂൾസും ടെക്നിക്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം in order to gather information, in order to collect information from that target. Okay, that is that person case. അപ്പോൾ അത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് in studying a person or a child or a student. Okay, so the teacher collects data relating to the individual's socio-economic status, family conditions, study habits, health and mental condition, etc. Okay, so this attempts to synthesize and interpret the data collected from different, that is several sources, using various methods in order to study the problems of the child. So നമ്മൾ കേസ് സ്റ്റഡി നടത്താണ്ട് ബിഎഡിൻ്റെ ഭാഗമായിട്ട് that is we will select a child. നമുക്ക് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി തോന്നിയ ഒരു ചൈൽഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. we try to get we try to pull out all these related informations. ചിലപ്പോൾ നമ്മൾ അവരുടെ പേരൻസിനെ കോൺടാക്ട് ചെയ്യും, ടീച്ചേഴ്സിനെ പല രീതിയിൽ കോൺടാക്ട് ചെയ്യും, അവരെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെക്ക് ലിസ്റ്റൊക്കെ കൊടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഐഡിയ ആ ഒരു കുട്ടിയുടെ ഉണ്ടാക്കും. ദാറ്റ് ഈസ് എ കേസ് സ്റ്റഡി. ഓക്കെ, now sociometry, that is another important thing. That is, it was developed by J.L. Moreno. ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് സോഷ്യോമെട്രി എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം he wanted to assess the social relationship among members in a social group. അപ്പോൾ സോഷ്യോമെട്രി എന്ന് പറയുന്ന സമയത്ത് that we have to understand that the main aim is to assess the social relationship. So we know that in any social group we can find different types of relationship among the members of that group. അല്ലേ, ചില ആളുകൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും, ചില ആളുകളായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല, ചില ആളുകൾ എങ്ങനെ ആയിരിക്കും, ഒരു ഗ്രൂപ്പായിരിക്കും 2-3 പേര് എപ്പോഴും they get along very well, and then some others will be very reserved types. Some others can go around and talk with anyone, and everyone are interested in that person. അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് സോഷ്യൽ ഗ്രൂപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതും ദെൻ അതിനെങ്ങനെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് എന്നുള്ളതും ആണ് ഈ സോഷ്യോമെട്രി. ഓക്കെ, J.L. Moreno ആണ് he developed this thing, that is the sociometry Moreno. Okay, and now it will help the teacher to identify stars, isolates and cliques. So what is a star? Star എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർ തന്നെ, that is നമ്മളിപ്പോൾ നമ്മൾ ഫിലിംസിലൊക്കെ സ്റ്റാർ എന്ന് പറയില്ലേ. സ്റ്റാർ മീൻസ് that is these stars are people, that is the students or that members in that group who are chosen by many. പല ആളുകൾക്കും താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും, നല്ല ഇഷ്ടമുള്ള നല്ല ബന്ധമുള്ള ഒരാളായിരിക്കും the star of that group. Now isolates എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, that is they are chosen by nobody. അങ്ങനത്തെ ആളുകളുണ്ടല്ലോ ഒരു ഗ്രൂപ്പിൽ, ആരും ഫ്രണ്ട്സ് ആവാത്ത, ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്ത അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവാറുണ്ട്. ഐസൊലേറ്റ്സ് എന്ന് നമ്മൾ അവരെ കോൾ ചെയ്യും. ദെൻ ക്ലിക്ക് മീൻസ് വെരി സ്മോൾ ഗ്രൂപ്പ് who has close relationship exclusively among themselves. ദാറ്റ് ഈസ് ഒരു 2-3 പേര് ചേർന്നിട്ടുള്ള ക്ലിക്കുകൾ എല്ലാ ക്ലാസ്സിലും നമുക്ക് കാണാൻ പറ്റാറുണ്ട്. മീൻസ് അവരൊപ്പായിരിക്കും നടക്കുക, അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും, അവർ 3 പേരും പരസ്പരം സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ 2 പേരും പരസ്പരം സെലക്ട് ചെയ്യും. എല്ലാ കാര്യത്തിലും അവരുടെ ഫ്രണ്ട്സ് തന്നെ, അവർ തന്നെ വളരെ റിലയബിളായി വളരെ വാംത്ത് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, ദാറ്റ് ഈസ് ക്ലിക്ക്. ഓക്കെ, സോ സ്റ്റാർസ് ആർ ദർ, ഐസൊലേറ്റ്സ് ആർ ആൻഡ് ദെൻ ക്ലിക്ക്. നോ ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത്, ദാറ്റ് ഈസ് സോഷ്യോമെട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് സോഷ്യോഗ്രാഫ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഗ്രാഫാണ് സോഷ്യൽ റിലേഷൻഷിപ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഗ്രാഫ് ആയതുകൊണ്ട് that is called as sociograph. Okay, so that is sociometry. J.L. Moreno, in order to identify different social relationship among the members in a social group, he developed that, and this will help the teacher to identify stars, isolates and cliques. Okay, now projective techniques. So we have another type, that is projective techniques.
All other techniques that we have discussed so far are non-projective techniques, because it is very straightforward. We can just observe it, or we can ask, we can seek the informations, we can collect the informations directly, and see, but there is a limitation for this non-projective techniques. That means that people can hide many other aspects related to a person, isn't it? നമ്മളിപ്പോൾ എല്ലാ കാര്യവും എല്ലാവരോടും എങ്ങനെ കുത്തി ആര് ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ ഒബ്സർവ് ചെയ്താലും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന വളരെ ഡാർക്കായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീക്രറ്റീവ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്, അല്ലെങ്കിൽ മെനി ആസ്പെക്ട്സ് കുഡ് ബി ഫൗണ്ട് ഇൻ എനി പേഴ്സൺ. സോ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആർ ബേസിക്കലി they are very handy in handling with all these kind of things. Okay, so that is abnormal cases whose behaviors are often controlled by the unconscious mind. അതായത് അവർക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ വി ക്യാൻ ദീസ് ക്ലയൻസ് ആർ പ്രൊവൈഡഡ് വിത്ത് സം കൈൻഡ് ഓഫ് സ്റ്റിമുലസ്. എന്തെങ്കിലും ഒരു പിക്ചറോ അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സീനോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനും പറയുന്നതാണ് ദീസ് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദറ്റ് മീൻസ് ദറ്റ് പേഴ്സൺ ക്യാൻ feel different things, or can interpret different many things in a different way. So അതുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് then we get a conclusion, we try to understand what is the personality or the characteristics of that particular person. അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അത് ഉള്ളിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെക്നിക്. ദാറ്റ് ഈസ് സോ അതിൽ പല രീതിയിലുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉണ്ട്. നൗ ദീസ് whatever that is the person is given some kind of stimulus. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഒരു വ്യക്തി അതിനോട് എന്താണ് റെസ്പോണ്ട് ചെയ്യും. ആ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അൺകോൺഷ്യസ് മാനർ. ഓക്കെ, സോ ആൻഡ് ദെൻ ദീസ് റെസ്പോൺസസ് മേ ബി ഇൻ്റർപ്രറ്റഡ്. നൗ അതിൽ പ്രധാനപ്പെട്ട രണ്ട് ടൈപ്സാണ് ഉള്ളത്. വൺ തിങ് ഈസ് റോഷാർഡ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. That means that this blot ink blot ആണ് അത്. ഇത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. These are different ink blots. You can see this. That is, ഇതിനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും കാണുന്നുണ്ടാവുക. എനിക്കിപ്പോൾ ഇവിടെ ഒരു ആനയുടെ ഒരു മുഖം പോലെയാണ് തോന്നുന്നത്. ഇതിപ്പോൾ രണ്ട് പേരിങ്ങനെ ചേർന്നിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. രണ്ടുപേരെന്തോ പിടിച്ച് വലിക്കുന്ന പോലെയാണ് ഇതെനിക്ക് തോന്നുന്നത്. സോ പീപ്പിൾ മേ ഹാവ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ദെൻ ആ റെസ്പോൺസ് അവർ റെക്കോർഡ് ചെയ്യുന്നു. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ഹെർമാൻ റോഷാക്സ്. അപ്പോൾ ഈ ഹെർമാൻ റോഷാക്ക് എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഡെവലപ്പ് ആര് ചെയ്തു എന്നുള്ളത് വലിയ പ്രശ്നമില്ല. ബിക്കോസ് ഹിസ് നെയിം ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ടെസ്റ്റ് ഇറ്റ് സെൽഫ് ഈസ് റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. പക്ഷേ ഇനി ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ആര് ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റോഷാക്ക്. ഓക്കെ, he was a Swiss psychologist. And then a psychological test in which subjects, that subject means that person, ആരാണോ ഇത് ചെയ്യപ്പെടുന്നത്, perceptions of ink blots are recorded and then analyzed using psychological interpretation, complex algorithms, or both. Excuse me.